കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടത്തിയ മേധോത്സവം സമാപിച്ചു. സമാപന ദിവസം ചാണ്ടി ഉമ്മൻ MLA മുഖ്യാതിഥിയായി. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പഞ്ചദിന മേധോത്സവം ചൊവ്വാഴ്ച സമാപിച്ചു. അവധിക്കാലത്ത് സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭ വ്യക്തികളുമായി നേരിട്ട് സംവദിക്കാനും പുതിയ അറിവുകളിലേക്ക് എത്തുവാനും ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു മേധോത്സവം. വിവിധ ദിവസങ്ങളിൽ മന്ത്രി M. ലിജു ഉൾപ്പെടെയുള്ള പ്രമുഖർ മേധോത്സവത്തിൽ പങ്കെടുത്തു. സമാപന ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമ്മേളനത്തിന് സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ഫ്ലവേഴ്സ് ചാനൽ ഓർക്കസ്ട്രയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത സബരിയ എന്ന പരിപാടി നടന്നു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മേധോത്സവ സമാപന സന്ദേശവും നൽകി. കായികക്ഷമതയുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ കായിക പരിശീലനം ആവശ്യമാണെന്നും പാഠ്യേതര വിഷയങ്ങളിൽ സ്പോർട്സിന് നൽകുന്ന പ്രാധാന്യം എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോർട്സ് ആണ് ഞാൻ ഈ ഡ്രഗ്സിനെതിരെയുള്ള യൂസിന് ഏറ്റവും മറുമരുന്നായിട്ട് കാണുന്നത്. പക്ഷെ ഡ്രഗ്സിനെതിരെ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഓരോ പ്രശ്നവും. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇലക്ഷൻ ക്യാമ്പയിനിലും തൊട്ടുമുമ്പൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആഴ്ചയിൽ ഒരിക്കലല്ല ഗെയിംസ് പീരീഡ് ഉണ്ടാവേണ്ടത്. എല്ലാ ദിവസവും നമ്മുടെ സ്കൂളുകളിൽ സ്പോർട്സ് പീരീഡ് ഉണ്ടാവണമെന്നുള്ളതാണ്. ഞാൻ അടുത്ത വർഷം എന്തായാലും ഇവിടെ വിളിക്കത്തില്ല എന്ന് തീരുമാനമായി. കാരണം ഞാൻ മിക്കവാറും എല്ലാ സ്കൂളിൽ പോകുമ്പോൾ ഇത് പറയാറുണ്ട്. ഏതായാലും ഞാൻ അടുത്ത ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ നിവേദനം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ദിവസവും പഠിക്കുവാനുള്ള ഗെയിംസ് പഠിക്കുവാനുള്ള സാഹചര്യം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും ഞാൻ അത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അത് റേസ് ചെയ്യും. എന്നെങ്കിലും ഒരു ദിവസം അംഗീകരിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള വാക്കുകൂടി ഞാൻ തരിക. ഞാൻ ഒത്തിരി മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിസ്റ്ററിയെ പറ്റി ഞാൻ പറയത്തില്ല, ഇതൊക്കെ പഠിച്ചു. എനിക്ക് ഹിസ്റ്ററിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതൊന്നും വലുതായിട്ട് പിന്നെ ഉപയോഗം വന്നിട്ട്, എന്തെങ്കിലുമൊക്കെ ഉപയോഗം കാണുമായിരിക്കും, എന്തായാലും അത് വലിയ ഉപയോഗം വന്നിട്ടില്ല. അതുകൊണ്ട് ഗെയിംസ് ഇരിക്കുന്നത് നമുക്ക് നല്ലതാണ്. വല്ലപ്പോഴൊക്കെ ഇപ്പം തോൽക്കുന്നത് നമുക്ക് ഭയങ്കര പേടിയാ. നമുക്കൊരു പ്രശ്നം വന്നാൽ അതിനെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ലോക ചരിത്രം. ഞാൻ 2021 ഇലക്ഷന് ശേഷം അന്ന് ഞങ്ങളുടെ പക്ഷം ഒരിക്കൽ കൂടി തോറ്റു. അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടത്. സ്കൂൾ ചെയർമാൻ C. ഷാജി സ്കൂളിന്റെ പ്രത്യേക ഉപഹാരവും പുസ്തകങ്ങളും സമ്മാനിച്ചു. പ്രിൻസിപ്പൽ ലീന ശങ്കർ സ്വാഗതവും സീനിയർ പ്രിൻസിപ്പൽ V. സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. മേധോത്സവ പരിപാടികൾക്ക് ചെയർമാൻ C. ഷാജി, പ്രിൻസിപ്പൽ ലീന ശങ്കർ, സീനിയർ പ്രിൻസിപ്പൽ V. സുനിൽകുമാർ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, ഒബ്സർവർ ശ്രുതി വിജയൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ P. വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.